ഹലോ മക്കളെ, പലരും വിചാരിച്ചിരിക്കുന്നത് +1 ഫിസിക്സിൽ ചുമ്മാ XT VT AT ഗ്രാഫ് മാത്രമേ ഉള്ളൂ എന്നാൽ നിങ്ങൾക്ക് തെറ്റി. നമുക്ക് 14 ചാപ്റ്റേഴ്സുടെയും ഗോ ത്രൂ ചെയ്യാം. ഏതൊക്കെ ഗ്രാഫുകളാണ് നമുക്ക് പഠിക്കാനുള്ളത്, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നോക്കാം. വീഡിയോ നിങ്ങൾ കംപ്ലീറ്റ് കാണാം, ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത്. നിങ്ങൾക്ക് എക്സാമിന് അടിപൊളിയായിട്ട് യൂസ്ഫുൾ ആവും. നമുക്ക് ചാപ്റ്റർ നമ്പർ 1 നോക്കുകയാണെങ്കിൽ അവിടെ ഗ്രാഫ് ഒന്നുമില്ല, യു നോ ഇറ്റ്. രണ്ടാമത്തെ ചാപ്റ്ററിൽ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ അറിയാം മോഷൻ ഇൻ എ സ്ട്രേറ്റ് ലൈനിൽ 3 ടൈപ്പ് ഗ്രാഫ് വരുന്നുണ്ട്. നമുക്ക് 1 by 1 നോക്കിയാലോ. ആദ്യം നമ്മൾ പഠിക്കുന്നത് പൊസിഷൻ ടൈം ഗ്രാഫ്. അയാളെ നമ്മൾ വിളിക്കുന്ന പേരാണ് XT ഗ്രാഫ്. XT ഗ്രാഫ് എന്ന് വിളിക്കും. റെഡി. XT ഗ്രാഫിന്റെ 3 കേസസ് നമുക്ക് നോക്കാം. ഒന്ന് റെസ്റ്റിൽ ഉണ്ടാവുന്ന സമയത്ത് XT ഗ്രാഫ് എന്തായിരിക്കും? ദാ ഇതുപോലെ സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും, എക്സ് ആക്സിന് പാരലായിട്ട്, കാരണം റെസ്റ്റിലാണ് പൊസിഷൻ മാറുന്നില്ല. റെഡി. അടുത്തത് യൂണിഫോം മോഷൻ. യൂണിഫോം മോഷൻ എന്ന് പറഞ്ഞാൽ വെലോസിറ്റി കോൺസ്റ്റന്റ്. അപ്പോൾ ആ കേസിൽ XT ഗ്രാഫ് എന്തായിരിക്കും? ഇൻക്ലൈൻ ടു എക്സ് ആക്സ് ആയിരിക്കും. അതായത് പോസിറ്റീവ് വെലോസിറ്റി ആണെങ്കിൽ ഇങ്ങനെ ഇൻക്ലൈൻഡ് ആയിരിക്കും. അതാണ് കേസ്. അടുത്തത് യൂണിഫോംലി ആക്സിലറേറ്റഡ് മോഷൻ. യൂണിഫോംലി ആക്സിലറേറ്റഡ് മോഷൻ ആകുമ്പോൾ ഷേപ്പ് ഇങ്ങനെയാണ്. ഈ ഷേപ്പിന്റെ പേര് എന്താ ഒന്ന് കമന്റ് ചെയ്യാമോ? മറ്റുള്ളവർക്ക് യൂസ്ഫുൾ. ടൈം സ്റ്റാമ്പ് പറഞ്ഞിട്ട് കമന്റ് ചെയ്യണേ. മറ്റു ചോദ്യങ്ങൾ ഞാൻ ചോദിക്കുന്നുണ്ട്. സോ ടൈം സ്റ്റാമ്പ് വെച്ചിട്ട് ഈ ഷേപ്പ് എന്താ നിങ്ങളൊന്ന് കമന്റ്. ഇനി XT ഗ്രാഫുമായി ബന്ധപ്പെട്ട് നിങ്ങൾ പഠിക്കേണ്ടത് സ്ലോപ്പ് എന്തായിരിക്കും? വെലോസിറ്റി ആയിരിക്കും തരിക. കിട്ടിയല്ലോ. റെഡി. രണ്ടാമത് നമ്മൾ പഠിക്കുന്ന ഗ്രാഫ് വെലോസിറ്റി ടൈം ഗ്രാഫ്. ഇയാളെ നമുക്ക് എന്ത് വിളിക്കാം? VT ഗ്രാഫ് എന്ന് വിളിക്കാം. റെഡി. അങ്ങനെയാണെങ്കിൽ 3 കേസ് നമുക്ക് നോക്കാം. ഒന്ന് യൂണിഫോം മോഷൻ. യൂണിഫോം മോഷൻ ആണെങ്കിൽ വെലോസിറ്റി എന്താ? കോൺസ്റ്റന്റ്. വെലോസിറ്റി മാറോ? ഇല്ല. അതുകൊണ്ട് വെലോസിറ്റി എക്സ് ആക്സിന് പാരലൽ ആയിരിക്കും. ഷേപ്പ് പഠിക്കണേ. റെഡി. അടുത്ത കേസ് യൂണിഫോംലി ആക്സിലറേറ്റഡ് മോഷൻ. നമ്മുടെ ഡെറിവേഷൻ ഒക്കെ വരുന്ന ഗ്രാഫാണ് അല്ലേ. അപ്പോൾ ഇതിൽ ഇനീഷ്യൽ വെലോസിറ്റി 0 ആണെങ്കിൽ നമ്മളെ ഗ്രാഫ് ഇവിടുന്ന് വരും. ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യും. ഞാൻ ഇനീഷ്യൽ വെലോസിറ്റി 0 അല്ല എന്ന് പറയണം. അപ്പോൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യും കേട്ടോ. വ്യത്യാസം മനസ്സിലായല്ലോ. ആക്സിലറേഷൻ പോസിറ്റീവ് ആണെങ്കിൽ അതിങ്ങനെ മുകളിലോട്ടായിരിക്കും പോവുക. ഇനി യൂണിഫോംലി ഡീസിലറേറ്റഡ് മോഷൻ. യൂണിഫോംലി ഡീസിലറേറ്റഡ് എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ആക്സിലറേഷൻ ആണ്. റെഡി. അപ്പോൾ അത് എങ്ങോട്ടായിരിക്കും? താഴോട്ടായിരിക്കും. സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. റെഡി. അടുത്ത് നിങ്ങൾക്ക് പഠിക്കാനുള്ളത് ഇവിടെ സ്ലോപ്പ് കണ്ടാൽ നമുക്ക് ആക്സിലറേഷൻ കിട്ടും. റെഡി. അതേപോലെ ഏരിയ അണ്ടർ, ഗ്രാഫിന്റെ അണ്ടറിലുള്ള ഏരിയ കണ്ടാൽ ഡിസ്പ്ലേസ്മെന്റ് ആയിരിക്കും കിട്ടുക. സെറ്റ് അല്ലേ? റെഡി അല്ലേ? അങ്ങനെയാണെങ്കിൽ മൂന്നാമത്തെ ഗ്രാഫാണ് ആക്സിലറേഷൻ ടൈം ഗ്രാഫ്, അല്ലെങ്കിൽ അയാളെ നമ്മളെ AT ഗ്രാഫ് എന്ന് വിളിക്കും. റെഡി. അപ്പോൾ AT ഗ്രാഫിൽ യൂണിഫോംലി ആക്സിലറേറ്റഡ് മോഷൻ എന്ന് പറഞ്ഞാൽ, അതായത് ആക്സിലറേഷൻ പോസിറ്റീവ് ആണെങ്കിൽ ആക്സിലറേഷൻ മാറും? ഇല്ല, കോൺസ്റ്റന്റ്. അപ്പോൾ ഇങ്ങനെ എക്സ് ആക്സിന് പാരലായിട്ട്, അതായത് ടൈമിന് പാരലായി പോകും. മാറില്ല, ടൈം അനുസരിച്ച് മാറില്ല. ഇനി യൂണിഫോംലി ഡീസിലറേറ്റഡ് എന്ന് പറഞ്ഞാൽ നെഗറ്റീവ്ലി ആക്സിലറേറ്റഡ് മോഷനാ. എടാ, ഡീസിലറേഷന് വേറൊരു പേരുണ്ട്. അതൊന്ന് ടൈം സ്റ്റാമ്പ് വെച്ച് ഒന്ന് കമന്റ് ചെയ്യാമോ? ഡീസിലറേഷന്റെ മറ്റേ പേരെന്താ? റിട്ടാർഡേഷൻ എന്നാണ്. അപ്പോൾ യൂണിഫോം റിട്ടാർഡേഷന്റെ ഗ്രാഫ് ആക്സിലറേഷൻ നെഗറ്റീവ് ഡയറക്ഷനിൽ ഇങ്ങനെ സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. ഇവിടെ നിങ്ങൾ പഠിക്കേണ്ട ഏരിയ അണ്ടർ AT ഗ്രാഫ് എന്തായിരിക്കും? ചേഞ്ച് ഇൻ വെലോസിറ്റി. വെലോസിറ്റി എന്ന് ചെയ്തിട്ട് ചേഞ്ച് ഇൻ വെലോസിറ്റി, അതായത് V - U ആയിരിക്കും. റെഡി. അപ്പോൾ സെക്കൻഡ് ചാപ്റ്റർ നമുക്ക് എത്രയൊക്കെ ഉള്ളൂ? മോഷൻ പ്ലെയിനിൽ ഫിഗേഴ്സ് ആണല്ലോ, നമുക്ക് ഗ്രാഫ് എന്ന് പറയാൻ പ്രത്യേകിച്ചൊന്നുമില്ല. എന്നാൽ പിടിച്ചോ, ലോസ് ഓഫ് മോഷനിൽ ഫോഴ്സ് ടൈം ഗ്രാഫ് പലരും ഉദാഹരണമില്ല അല്ലേ. ഇതിനെ നമ്മൾ FT ഗ്രാഫ് എന്ന് വിളിക്കും. FT ഗ്രാഫ് ഫോഴ്സ് ടൈം ഗ്രാഫ്. ഫോഴ്സ് Y ആക്സിലും എക്സ് ആക്സിൽ ടൈമും ആയിരിക്കും. അപ്പോൾ അത് കോൺസ്റ്റന്റ് ഫോഴ്സ് ആണെങ്കിൽ ഫോഴ്സ് മാറോ? ഇല്ല, ഇങ്ങനെ പോകും അല്ലേ. റെഡി. ഇനി വേരിയിങ് ഫോഴ്സ് ആണെങ്കിലോ, മാറുന്ന ഫോഴ്സ് ആണെങ്കിലോ, അതിന്റെ ഷേപ്പ് ഇങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ഷേപ്പ് ആയിരിക്കും അല്ലേ. റെഡി. ഇവിടെ നിങ്ങൾ പഠിക്കേണ്ടത് ഏരിയ അണ്ടർ എന്തായിരിക്കും അറിയോ? ഏരിയ അണ്ടർ FT ഗ്രാഫ് ഇമ്പൾസ് ചോദിച്ചിട്ടുണ്ട്, മുൻ വർഷം ചോദിച്ചിട്ടുണ്ട്. ഇനി ഇമ്പൾസ് മൊമെന്റം പ്രിൻസിപ്പിൾ പ്രകാരം ഇമ്പൾസ് എന്താണ്? ചേഞ്ച് ഇൻ മൊമെന്റം, DPക്ക് ഈക്വൽ. അപ്പോൾ ഏരിയ അണ്ടർ FT ഗ്രാഫ് ഇമ്പൾസ് എന്നും പറയാം, മൊമെന്റ് അല്ല ചേഞ്ച് ഇൻ മൊമെന്റ് എന്നും പറയാം. റെഡി അല്ലേ? ഇമ്പൾസ് മൊമെന്റം തിയറി. അടുത്തത് വർക്ക് എനർജി പവറിൽ പോകുന്ന സമയത്ത് ഇവിടെ നമ്മൾ FT കണ്ടു അല്ലേ. ഇവിടെ നമ്മൾ കാണാൻ പോകുന്നത് FX ഫോഴ്സ് ഡിസ്പ്ലേസ്മെന്റ് ഗ്രാഫാ. ഫോഴ്സ് ഡിസ്പ്ലേസ്മെന്റ് ഗ്രാഫാ. അപ്പോൾ എക്സ് ആക്സിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ഡിസ്പ്ലേസ്മെന്റ്. Y ആക്സിൽ ഫോഴ്സ് എടുക്കുന്നു. അപ്പോൾ കോൺസ്റ്റന്റ് ഫോഴ്സ് ആണെങ്കിൽ ഫോഴ്സ് മാറില്ല, ഇതുപോലെ പോകും. ഇനി വേരിയിങ് ഫോഴ്സ് ആണെങ്കിലോ ഫോഴ്സ് ഇതേപോലെ മാറും. റെഡി. അപ്പോൾ ഇത് രണ്ടും മാറിപ്പോരുത്. ആൻഡ് ഇയാളെ കേസിൽ ഏരിയ അണ്ടർ, ഇയാളെ താഴെയുള്ള ഏരിയ കണ്ടാൽ നമുക്ക് എന്താ തരാ അറിയാം? വർക്ക് ഡൺ ആണ്. മാറിപ്പോരുത്. ഇത് രണ്ടും മാറിപ്പോകാൻ ചാൻസ് ഉണ്ട്, മാറിപ്പോകരുത്. റെഡി. അടുത്തത് നമുക്ക് വർക്ക് എനർജി പവറിൽ ഡെറിവേഷൻസ്, വേറെയും ഗ്രാഫുകളുണ്ട്. ഒന്ന് വേരിയേഷൻ ഓഫ് കൈനറ്റിക് എനർജി ആൻഡ് പൊട്ടൻഷ്യൽ എനർജി ഓഫ് ഫ്രീ ഫോൾ, അല്ലെങ്കിൽ ഫ്രീലി ഫോളിംഗ് ബോഡിയുടെ കേസിലാണ്. അപ്പോൾ നമ്മൾ വരയ്ക്കുന്നത് എനർജി വേഴ്സസ് ഹൈറ്റാ. എനർജി വേഴ്സസ് ഹൈറ്റ്. എത്ര നേരം കണ്ടിട്ട് യൂസ്ഫുൾ ആണ്? ഒന്ന് ലൈക്ക് അടിക്കുക. ഒരു ഫ്രണ്ടിനെങ്കിലും നിങ്ങൾ ഷെയർ ചെയ്യണം പ്ലീസ്. എൻ്റെ റിക്വസ്റ്റ് ആണ്. നിങ്ങൾ ഒരു ഫ്രണ്ടിനെങ്കിലും, അല്ലെങ്കിൽ ക്ലാസ് ഗ്രൂപ്പിലോ ടീച്ചറിനോ ആർക്ക് വേണേൽ ഷെയർ, എല്ലാവർക്കും യൂസ്ഫുൾ ആയിരിക്കും കേട്ടോ. റെഡി. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കുക, ഇങ്ങോട്ട് പോകുന്നതോറും ഹൈറ്റ് അല്ല കൂടുക. ഹൈറ്റ് കൂടുന്തോറും ഏത് എനർജിയാണ് കൂടുക? പൊട്ടൻഷ്യൽ എനർജി. അപ്പോൾ ഈ പോകുന്നത് ഏതായിരിക്കും? പൊട്ടൻഷ്യൽ എനർജി. അപ്പോൾ ഇങ്ങനെയായിരിക്കും കൈനറ്റിക് എനർജി.
അല്ലെ, വക്കണ്ട ഫോർ എവർ അല്ലെ, അതിങ്ങനെയാണ് അല്ലേ. അപ്പോൾ ടോട്ടൽ എനർജി കൺസേർവ്ഡ് ആയതുകൊണ്ട് ടോട്ടൽ എനർജി മുകളിൽ കൺസേർവ്ഡ് കോൺസ്റ്റന്റ് ആയിട്ട് പോകും. കിട്ടിയല്ലോ, റെഡി. ഇനി അടുത്തത് വേരിയേഷൻ ഓഫ് കൈനറ്റിക് എനർജി ആൻഡ് പൊട്ടൻഷ്യൽ എനർജി ഫോർ എ ഓസിലേറ്റിംഗ് സ്പ്രിങ്. ഇത് നിങ്ങൾക്ക് ഓസിലേഷൻ എന്ന് പറഞ്ഞ ചാപ്റ്ററിലുണ്ട്, പക്ഷേ ഞാൻ ഇവിടെ പഠിപ്പിക്കാം കേട്ടോ. ഓസിലേഷനിൽ പഠിപ്പിക്കുന്നില്ല, ഇവിടെ പഠിക്കുക. അപ്പോൾ ഒരു സ്പ്രിങ്ങിനെ സംബന്ധിച്ചോളം സ്പ്രിങ്ങിനെ ഞാനിങ്ങനെ സ്ട്രെച്ച് ചെയ്താൽ ഏറ്റവും എക്സ്ട്രീം എൻഡിൽ അയാളെ വെലോസിറ്റി എന്തായിരിക്കും? 0. ഏറ്റവും എക്സ്ട്രീമിലെ വെലോസിറ്റി 0. അപ്പോൾ കൈനറ്റിക് എനർജി എന്താ? 0. അതുകൊണ്ട് നോക്കിക്കോ, ഇതാരായിരിക്കും? രണ്ട് എൻഡിലും രണ്ട് എക്സ്ട്രീംസിലും വെലോസിറ്റി 0 ആയിരിക്കും. വെലോസിറ്റി 0. അപ്പോൾ അതെന്തായിരിക്കും? അവിടെ കൈനറ്റിക് എനർജി 0. അപ്പോൾ രണ്ട് എൻഡിലും എനർജി 0 ആവുന്ന ഏതായിരിക്കും? കൈനറ്റിക് എനർജി. അപ്പോൾ കൈനറ്റിക് എനർജിന്റെ ഗ്രാഫ് ഇതാ. അപ്പോൾ മറ്റേതായിരിക്കും? പൊട്ടൻഷ്യൽ എനർജി. രണ്ട് എൻഡിലും പൊട്ടൻഷ്യൽ എനർജി മാക്സിമം ആണ്. ആൻഡ് ടോട്ടൽ എനർജി കൺസേർവ്ഡ് ആയതുകൊണ്ട് മുകളിൽ ഇതാ. കിട്ടിയല്ലോ, റെഡി അല്ലേ? കൺസെപ്റ്റ് കിട്ടിയോ? ഹെൽപ്ഫുൾ ആണ് ഒന്ന് കമന്റ് ചെയ്യണം മക്കളെ, മാക്സിമം ഷെയർ ചെയ്യാം. സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾ എക്സാം ഓറിയന്റഡ് ആയിട്ട് നമുക്ക് ഗ്രാഫുകളൊന്നുമില്ല. ഗ്രാവിറ്റേഷനിൽ ഒരു ഗ്രാഫും പഠിക്കാം. വേരിയേഷൻ ഓഫ് ജി വിത്ത് ഡിസ്റ്റൻസ് ഫ്രം ദ സെന്റർ ഓഫ് എർത്ത്. നിങ്ങളുടെ എക്സാമിന് ചോദിച്ചിട്ടുണ്ട് തോന്നുന്നു അല്ലേ? വേരിയേഷൻ ഓഫ് ജി വിത്ത് ഡിസ്റ്റൻസ് ഫ്രം ദ സെന്റർ ഓഫ് എർത്ത്. എർത്തിന്റെ സെന്റർ എന്നാണ്, എർത്തിന്റെ റേഡിയസ് അല്ല, എർത്തിന്റെ സെന്റർ എന്നുള്ള ഡിസ്റ്റൻസ് ആണ്. അപ്പോൾ അവിടെ നമ്മൾ ജി വേഴ്സസ് ആർ ആണ്. ക്യാപിറ്റൽ ആർ അല്ല, റേഡിയസ് അല്ല, ഇതെന്താണ്? എർത്തിന്റെ സെന്ററിന്റെ ഡിസ്റ്റൻസ് ആണ്. അപ്പോൾ എർത്തിന്റെ സെന്ററിലെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി 0. അപ്പോൾ നമ്മൾ ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ നമ്മുടെ സർഫസിലോട്ട് വരുന്തോറും ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി കൂടി വരും. അപ്പോൾ ഇതാണ് മാക്സിമം, എർത്തിന്റെ സർഫസിലാണ് മാക്സിമം. അപ്പോൾ ക്യാപിറ്റൽ ആറിന് ഈക്വൽ ആകുമ്പോൾ സർഫസിലാണ് മാക്സിമം. സർഫസിൽ തന്നെ എവിടെയാ? ഒന്ന് ടൈം സ്റ്റാമ്പ് വെച്ച് പറഞ്ഞേ. സർഫസിൽ എവിടെ? ഇക്വേറ്ററിലാണോ പോളിലാണോ ജി മാക്സിമം? അപ്പോൾ ഈ മാക്സിമം ഇവിടെ ആയിരിക്കും, പോളിലായിരിക്കും അല്ലേ. പിന്നീട് മുകളിലോട്ട് ഹൈറ്റ് കൂടുന്തോറും കുറഞ്ഞു വരും. അതുകൊണ്ട് ഇങ്ങനെ താഴോട്ടും പോകും. സെറ്റ് അല്ലേ? റെഡി അല്ലേ? റെഡി. അടുത്തത് മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡ്സ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ നമുക്ക് ഗ്രാഫുകളുണ്ട്. ഒന്നാമത് ഹൂക്സ് ലോ മക്കളെ. ഹൂക്സ് ലോന്റെ കേസിൽ സ്ട്രെസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ ആണ്. അപ്പോൾ സ്ട്രെസ്സും സ്ട്രെയിനും തമ്മിൽ ഗ്രാഫ് വരച്ചാൽ ഹൂക്സ് ലോ ഒബേ ചെയ്യുന്ന ആളെ ഗ്രാഫ് എന്തായിരിക്കും? ഇങ്ങനെ ആയിരിക്കും. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഹൂക്സ് ലോ ഒബേ ചെയ്യാത്ത ആളെ ഗ്രാഫ് ഇങ്ങനെ ആയിരിക്കുമോ? അല്ല. ലീനിയർ ആയിരിക്കുമോ? അല്ല. ഇത് ഇങ്ങനെയൊക്കെ ആയിരിക്കും അല്ലേ. അപ്പോൾ ഹൂക്സ് ലോ ഇങ്ങനെയാണ് സ്ട്രെസ് സ്ട്രെയിൻ ഗ്രാഫെങ്കിൽ ഹൂക്സ് ലോ ഒബേ ചെയ്യുന്നുണ്ട്. അടുത്തത് സ്ട്രെസ് സ്ട്രെയിൻ ഗ്രാഫ് ഓഫ് എ ടെൻസൈൽ മെറ്റീരിയൽ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സ്ട്രെസ് വേഴ്സസ് സ്ട്രെയിൻ ഗ്രാഫ് വരച്ചാൽ അപ്പോൾ ആദ്യം ഇങ്ങനെ സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട് വരും. അതായത് ഹൂക്സ് ലോ ഒബേ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ പോയിന്റ് വരെ ഹൂക്സ് ലോ ഒബേ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് എ എന്ന് പറഞ്ഞ പോയിന്റ് വിളിക്കുന്നതാണ് പ്രൊപ്പോർഷണൽ ലിമിറ്റ്. അതുവരെയാണ് ഹൂക്സ് ലോ ഒബേ ചെയ്യുക. പിന്നീട് ബി എന്ന് പറഞ്ഞ പോയിന്റ് വരെ, ഈ ബി എന്ന് പറഞ്ഞ പോയിന്റ് വരെ സംഗതി ഇലാസ്റ്റിക്കാണ്. അതുകൊണ്ട് എലാസ്റ്റിക് ലിമിറ്റ് അല്ലെങ്കിൽ വേറെ പേരെന്താ? ഈൽഡ് പോയിന്റ്. ആ ബിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ ഒരു സ്ട്രെസ് ഉണ്ട്, അതിനെ ഈൽഡിങ് സ്ട്രെസ് എന്ന് വിളിക്കും. പിന്നെ ഗ്രാഫ് മുകളിൽ പോയി സിക്ക് പ്രത്യേകിച്ച് പേരൊന്നുമില്ല, ഡിക്ക് പ്രത്യേകിച്ച് പേരൊന്നുമില്ല. പക്ഷേ ഡി എന്ന് പറഞ്ഞ പോയിന്റ് കറസ്പോണ്ടിങ് ആയിട്ട് ഏറ്റവും അൾട്ടിമേറ്റ് ആയിട്ടുള്ള സ്ട്രെസ് അല്ലെ, SUവിനെ വിളിക്കുന്ന പേരാണ് അൾട്ടിമേറ്റ് സ്ട്രെസ് എന്നുള്ളത്. ഈ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഫ്രാക്ചർ പോയിന്റ്. റെഡി. ഇനി ഇവിടെ O ഡാഷ് എന്ന് പറഞ്ഞാൽ പെർമനന്റ് സെറ്റ് ആണ്, പെർമനന്റ് ഡാമേജ് ആണ്. ഇനി ബ്രിട്ടിൽ, വീഡിയോ പോസ് ചെയ്തിട്ട് ഒന്ന് ആലോചിക്കണം. ഡിയും ഇയും നിന്ന് നമുക്ക് ബ്രിട്ടിലും ഡക്റ്റൈലും കണ്ടുപിടിക്കാം. അതെങ്ങനെ? ഒന്ന് ആലോചിച്ച് ഞാൻ ഇവിടെ പറഞ്ഞു, നിങ്ങൾക്ക് ഹോംവർക്ക് ആയിട്ട് നിങ്ങൾ കണ്ടെത്തുക. നിങ്ങൾ ഫ്രണ്ട്സിനോട് ചോദിക്കുക, അറിയില്ലെങ്കിൽ നിങ്ങളുടെ ക്ലാസ്സിലെ ബുജിയോട് നിങ്ങൾ ചോദിക്കുക കേട്ടോ. ഇനി ലൈക്ക് അടിക്കാത്തവരുണ്ടെങ്കിൽ, ഷെയർ അടിക്കാത്തവരുണ്ടെങ്കിൽ വീണ്ടും ഒന്ന് ഷെയർ. ഞാൻ റിക്വസ്റ്റ് ചെയ്യാണ്, നല്ല എഫേർട്ട് എടുത്തിട്ടാണ് ഈ സാധനം ചെയ്തിരിക്കുന്നത് കേട്ടോ. യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആണെങ്കിലൊക്കെ കമന്റ് ചെയ്യണം. അടുത്തത് സ്ട്രെസ് സ്ട്രെയിൻ ഗ്രാഫ് ഓഫ് ആൻ എലാസ്റ്റോമർ. ഇതും ചോദിച്ചിട്ടുണ്ടോ? എലാസ്റ്റോമേഴ്സ് ഹൂക്സ് ലോ ഒബേ ചെയ്യൂല. അതുകൊണ്ട് തന്നെ ഇവർ സ്ട്രെയിറ്റ് ലൈൻ ആണോ? അല്ല. ഇങ്ങനെ ആയിരിക്കും ഇയാളെ ഗ്രാഫ്. കിട്ടിയല്ലോ, റെഡി. അടുത്തത് മെക്കാനിക്കൽ പ്രോപ്പർട്ടി ഓഫ് ഫ്ലൂയിഡ്സിൽ പ്രത്യേകിച്ച് എക്സാം ഓറിയന്റഡ് ആയിട്ട് വലിയ ഗ്രാഫ് ഒന്നുമില്ല, ബോർഡ് എക്സാം ബേസ്ഡ് ആയിട്ട്. വേറെ എല്ലാം ഉണ്ട്, പക്ഷെ നമുക്ക് അത്ര ഡീറ്റെയിൽ ആയിട്ട് പോകണ്ട. അടുത്ത തെർമൽ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്ററിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ഗ്രാഫുകളുണ്ട്. ഒന്ന് അനോമലസ് എക്സ്പാൻഷൻ ഓഫ് വാട്ടറിന്റെ വോളിയം വേഴ്സസ് ടെമ്പറേച്ചർ ഗ്രാഫ് വരച്ചാൽ അത് ഇങ്ങനെ വരും. അപ്പോൾ 0 ഡിഗ്രി മുതൽ 0 ഡിഗ്രി സെൽഷ്യസ് മുതൽ 4 ഡിഗ്രി സെൽഷ്യസ് വരെ ടെമ്പറേച്ചർ കൂട്ടുമ്പോൾ വോളിയം കുറയുന്നതായിട്ട് കാണാൻ പറ്റും. അങ്ങനെ പാടില്ല. പക്ഷെ ടെമ്പറേച്ചർ കൂടുമ്പോൾ വോളിയം കുറയുന്നത് കാണാൻ പറ്റും. 0 to 4 ഡിഗ്രിയാണ്. 4 ഡിഗ്രിയിലാണ് ഏറ്റവും ലോവസ്റ്റ് വോളിയം കാണുന്നത് അല്ലേ. അപ്പോൾ അയാൾക്ക് മാക്സിമം ഡെൻസിറ്റി. സോ വാട്ടറിന് എപ്പോഴാണ് മാക്സിമം ഡെൻസിറ്റി? 4 ഡിഗ്രി സെൽഷ്യസ്. പിന്നീട് മുന്നോട്ട് പോകുമ്പോൾ ടെമ്പറേച്ചർ കൂടുമ്പോൾ വോളിയം കൂടി പോകുന്നുണ്ട്. അപ്പോൾ ഇതാണ് അനോമലസ് എക്സ്പാൻഷൻ ഓഫ് വാട്ടർ. യു നോ ഇറ്റ്. ഫ്രീസിങ് ഓഫ് ലേക്സ് ഒക്കെ അല്ലേ, ലേക്കിംഗ് ഓഫ് ഫ്രീസ് എന്നൊക്കെ ഇപ്പം കിളി പോയിട്ടുണ്ട്. രാത്രി ഓൾമോസ്റ്റ് 3 മണിയാണ് കേട്ടോ സമയം. അടുത്തത് ഫേസ് ചേഞ്ചിന്റെ ഗ്രാഫാണ്, അതായത് ടെമ്പറേച്ചർ വേഴ്സസ് എനർജി ഗ്രാഫാണ് കേട്ടോ. അപ്പോൾ ഒരു ഫേസ് നിന്ന് മറ്റൊരു ഫേസിലേക്ക്, അതായത് സോളിഡിൽ നിന്ന് ലിക്വിഡിലോട്ട് ഗ്യാസിലോട്ട് പോകുന്നതിന്റെ ഫേസ് ചേഞ്ചിന്റെ ഗ്രാഫാണ്. അപ്പോൾ സോളിഡ് ആവുന്ന സമയത്ത് ഇവിടെ എങ്ങനെ ടെമ്പറേച്ചർ കൂടുന്നതനുസരിച്ചിട്ട് ഇങ്ങനെ എനർജി ചേഞ്ച് ഒക്കെ ഉണ്ടാവും. പിന്നീട് ഇത് ഫേസ് ചേഞ്ചാ. അപ്പോൾ സോളിഡ് ലിക്വിഡ് ആവുന്നതിന് മെൽറ്റിംഗ് എന്നാ പറയാം, മെറ്റിംഗ് അല്ല മെൽറ്റിംഗ് എന്നാ പറയാം. ഓക്കെ. ഇനി ലിക്വിഡ് ഗ്യാസ് ആവുന്ന ഈ ഫേസ് ചേഞ്ച് ആണ് വാപ്പറൈസേഷൻ
വാപ്പറൈസേഷൻ. ഇനി തിരിച്ചിങ്ങോട്ട് പോകുന്നതിനാണ് കണ്ടൻസേഷൻ. ഇങ്ങോട്ട് പോകുന്നതിനാണ് കണ്ടൻസേഷൻ എന്ന് പറയാം. റെഡി? അപ്പോൾ ഗ്യാസ് തിരിച്ച് ലിക്വിഡിലേക്ക് പോകുന്നതിന് കണ്ടൻസേഷൻ, അതേപോലെ ലിക്വിഡ് തിരിച്ച് സോളിഡ് ആവുന്നതിന് ഫ്യൂഷനോ ഫ്രീസിങ്ങോ പറയും കേട്ടോ. റെഡി? കിട്ടിയല്ലോ? സെറ്റ് അല്ലേ? ലൈക്ക് അടിക്കാത്തവരൊന്ന് ലൈക്ക് അടിക്കണം. വീണ്ടും ഇങ്ങനെ തെണ്ടുന്നുണ്ട് അല്ലേ? അടുത്ത ന്യൂട്ടൺസ് ലോ ഓഫ് കൂളിംഗ് ആണ്. അതായത് ന്യൂട്ടൺ പറഞ്ഞത് ആദ്യം പെട്ടെന്ന് തണുക്കും. അപ്പോൾ ആദ്യം ഗ്രാഫ് ഭയങ്കര സ്റ്റീപ്പായിരിക്കും, പിന്നീട് ഇങ്ങനെ കോൺസ്റ്റന്റ് ആയിട്ട് പോകും. സെറ്റ് അല്ലേ? റെഡി അല്ലേ? റെഡി. അങ്ങനെയാണെങ്കിൽ അടുത്തത് തെർമോഡൈനാമിക്സിലേക്ക് നമുക്ക് പോകാം. തെർമോഡൈനാമിക്സിൽ നമുക്ക് പി വി ഡയഗ്രാം ഓഫ് തെർമോഡൈനാമിക് പ്രോസസ്സിന്റെ പി വി ഗ്രാഫ് വരയ്ക്കണം. മക്കളെ പിടിച്ചോ. പി വേഴ്സസ് വി ആണ് വരയ്ക്കുന്നത്. 4 പ്രോസസ്സാണ്: ഐസോതെർമൽ, അഡയാബാറ്റിക്, ഐസോബാറിക്, ഐസോകോറിക്. ഇത്ര ആലോചിച്ചാൽ മതി. ഐസോകോറിക് എന്ന് പറഞ്ഞാൽ വോളിയം മാറുമോ? ഇങ്ങോട്ട് പോയാൽ വോളിയം കൂടണം. അപ്പോൾ വോളിയം മാറാൻ പാടില്ല. അപ്പോൾ ഇങ്ങോട്ട് പോകാൻ പറ്റണോ ഗ്രാഫ്? അല്ല, ഇങ്ങോട്ട് പോകാൻ പറ്റൂ? ഇല്ല. അപ്പോൾ ഇങ്ങനെയായിരിക്കും ഐസോകോറിക് എന്ന് പറഞ്ഞാൽ വോളിയം കോൺസ്റ്റന്റ്. മാറോ? ഇല്ല. അപ്പോൾ ഇതാണ് ഐസോകോറിക്. മനസ്സിലായ? കത്തിയ? ഹാപ്പിയാ? അടുത്തത് ഐസോബാറിക് എന്ന് പറഞ്ഞാൽ പ്രഷർ മാറാൻ പറ്റുമോ? പ്രഷർ വൈ ആക്സിൽ. അപ്പോൾ ഇങ്ങനെ കൂടാനോ കുറയാനോ പറ്റുമോ? ഇല്ല. അപ്പോൾ പ്രഷർ കോൺസ്റ്റന്റ് ആണെങ്കിൽ ഇതാണ് ഐസോബാറിക്. മാറിപ്പോയത്. റെഡി? അടുത്തത് അഡയാബാറ്റിക് ഉണ്ട്, ഐസോതെർമലുണ്ട്. ഐസോതെർമലും ഐസോതെർമലിന് സ്റ്റീപ്പ് കുറവായിരിക്കും, ആ സ്ലോപ്പ് കുറവായിരിക്കും. അഡയാബാറ്റിക്കിന് കൂടുതൽ സ്ലോപ്പ് ഉണ്ടാവും. സെറ്റ് അല്ലേ? സെറ്റ്. ഇതുവരെ ഓക്കെ ആണെങ്കിൽ ഒരു ഗ്രീൻ ടിക്ക് ആണ്. വീഡിയോ പോസ് ചെയ്തിട്ട് 3 ഗ്രീൻ ടിക്ക്. അടുത്തത് കാർനോട്ട് സൈക്കിളാണ്. കാർനോട്ട് സൈക്കിളിൽ ഇത്രയേ ഉള്ളൂ. ഇങ്ങനെ വരയ്ക്കാം. പി വി ഗ്രാഫാണ് വരയ്ക്കേണ്ടത്. ഇതാണ് പ്രോസസ്സ് അല്ലേ? ഇങ്ങനെ ഇടാം. ഇങ്ങനെ 3 ആരോ മാർക്ക്. ഈ ആരോ മാർക്ക് ഇടണേ. ഇങ്ങനെ ഇങ്ങോട്ട് പോവാ. ഇത്ര ആലോചിച്ചാൽ മതി. ഇങ്ങോട്ട് പോവുകയാണെങ്കിൽ വോളിയം കൂടല്ലേ വേണ്ടി? കാരണം വോളിയം അല്ലേ? അപ്പോൾ അങ്ങോട്ട് പോകുമ്പോൾ വോളിയം കൂടണം. അപ്പോൾ ഇങ്ങോട്ടാണ് ആരോ മാർക്കെങ്കിൽ അത് എക്സ്പാൻഷനാണ്. അപ്പോൾ 1ഉം 2ഉം എക്സ്പാൻഷനാണ്. 1 ആരായിരിക്കും? 1 ഐസോതെർമൽ എക്സ്പാൻഷനാണ്. 2ഉം അങ്ങോട്ടല്ല പോകുന്നത്, അതും എക്സ്പാൻഷൻ. അത് അഡയാബാറ്റിക് എക്സ്പാൻഷൻ. ഇനി അങ്ങോട്ട് പോകുന്ന ആരായിരിക്കും? വോളിയം കുറയാണ്, കംപ്രഷൻ ആയിരിക്കും. ഇതും കംപ്രഷൻ ആയിരിക്കും. സോ ഇതാരാണ്? ഐസോതെർമൽ എക്സ്പാൻഷൻ. ഇതാരാ? അഡയാബാറ്റിക് എക്സ്പാൻഷൻ. 3 ഐസോതെർമൽ കംപ്രഷൻ. 4 അഡയാബാറ്റിക് കംപ്രഷൻ. സെറ്റ് അല്ലേ? റെഡി? അടുത്തത് കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസസിൽ ഇത് ചുമ്മാ കുറച്ച് ഗ്രാഫ് ഉണ്ട്. ജസ്റ്റ് ചുമ്മാ നോക്കിയാൽ മതി. ബോയിൽസ് ലോ നിങ്ങൾക്ക് അറിയാം. പ്രഷർ കൂടുമ്പോൾ വോളിയം കുറയും. അപ്പോൾ അതിൻ്റെ ഗ്രാഫ് ഇങ്ങനെയാണ്. ഇനി ചാൾസ് ലോ എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചർ കൂടുമ്പോൾ വോളിയം കൂടും. അപ്പോൾ അതിൻ്റെ ഗ്രാഫ് ഇങ്ങനെ കൂടി വരുന്നതായിട്ട് കാണാൻ പറ്റും. ഇനി ഡീവിയേഷൻ ഓഫ് റിയൽ ഗ്യാസ് ഫ്രം ഐഡിയൽ ഗ്യാസ് എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് ഉണ്ട്. ചാൾസ് ലോ ഇല്ല കേട്ടോ. ചാൾസ് ലോ എന്ന് പറയില്ല. അത് ഞാൻ ടൈപ്പ് ചെയ്ത് മാറിപ്പോയതാണ്. റെഡി? അപ്പോൾ ഐഡിയൽ ഗ്യാസിൻ്റെ പി വി ബൈ ആർ ടി കോൺസ്റ്റന്റ് ആയിരിക്കും. പി വി ഈക്വൽ ടു NRT അല്ലേ? അപ്പോൾ കോൺസ്റ്റന്റ് ആയിരിക്കും. അപ്പോൾ ഐഡിയൽ ഗ്യാസിൻ്റെ കേസിൽ ഇങ്ങനെ ആയിരിക്കും, സ്ട്രെയിറ്റ് ലൈൻ ഗ്രാഫ് ആയിരിക്കും. റിയൽ ഗ്യാസ് അത് വേരിയേഷൻ ഉണ്ടാവും. അപ്പോൾ ഒരു ഗ്രാഫിക്കലാണ്, നമ്മൾ ടെക്സ്റ്റ് ബുക്കിലുണ്ട്. നിങ്ങളൊന്നും ഓർത്ത് വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഒരു ഷേപ്പ് മാത്രമല്ല. പി വി ബൈ ആർ ടി വേഴ്സസ് പി ഗ്രാഫ് വരച്ചാൽ ഐഡിയൽ ഗ്യാസ് ഇങ്ങനെ കോൺസ്റ്റന്റ് ആയിരിക്കും, റിയൽ ഗ്യാസ് അതിന് വേരി ചെയ്യും. ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചാൽ മതി കേട്ടോ. അടുത്തത് ഓസിലേഷൻ ആണ്. ഓസിലേഷനിൽ വേരിയേഷൻ ഓഫ് ഡിസ്പ്ലേസ്മെന്റ്, വെലോസിറ്റി, ആക്സിലറേഷൻ വിത്ത് ടൈം. അപ്പോൾ ആദ്യം നമുക്ക് ഡിസ്പ്ലേസ്മെന്റ് കേസ്. ഡിസ്പ്ലേസ്മെന്റ് ഇക്വേഷൻ ആലോചിച്ചേ. എക്സ് ഈസ് ഇക്വൽ ടു എ സൈൻ ഒമേഗ ടി. സൈനിന്റെ ഗ്രാഫ് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുക, ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ഇങ്ങനെ പോവും, ഇങ്ങനെ വന്നു. റെഡി? ഇനി വെലോസിറ്റി ആകുമ്പോൾ ഇയാൾ ഒരു തവണ ഡിഫറൻഷിയേറ്റ് ചെയ്യും. അപ്പോൾ സൈനിന് പകരം എന്താവും? ഇവിടെ കോസ് ആവും. ഈ ഒമേഗ പുറത്ത് വരും. അപ്പോൾ വി ഈക്വൽ ടു എ ഒമേഗ കോസ് ഒമേഗ. ഞാൻ ഇതിന്റെ തിയറി പറയുന്നില്ല. വെലോസിറ്റിന്റെ ഇക്വേഷൻ എ ഒമേഗ കോസ് ഒമേഗ ടി. കോസിന്റെ ഗ്രാഫ് അല്ലേ? കോസ് എവിടുന്നാണ് സ്റ്റാർട്ട് ചെയ്യുക? സൈൻ ഇവിടുന്നാണ് സ്റ്റാർട്ട് ചെയ്തെങ്കിൽ കോസ് ഇവിടുന്നാണ് സ്റ്റാർട്ട് ചെയ്യുക. വ്യത്യാസം മനസ്സിലായോ? അപ്പോൾ XT ഡിസ്പ്ലേസ്മെന്റ് ടൈം ഗ്രാഫ് വരയ്ക്കുമ്പോൾ സൈൻ ആയതുകൊണ്ട് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തു അല്ലേ? ഇത് VT ആരാ? കോസ് ആണല്ലേ വരുന്നത്. അപ്പോൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തു. റെഡി? ഇനി ആക്സിലറേഷന് പോകാൻ വേണ്ടി നമ്മൾ ഇയാൾ ഒരു തവണ കൂടി ഡിഫറൻഷിയേറ്റ് ചെയ്യും. അപ്പോൾ കോസ് ഉള്ളതുകൊണ്ട് ഒരു മൈനസ് പുറത്ത് വരും. ഇനി ഒമേഗ സ്ക്വയർ ആക്കാം. ഡിഫറൻഷിയേറ്റ് ചെയ്ത ഈ വാല്യൂ, ആക്സിലറേഷൻ്റെ വാല്യൂ മൈനസ് എ ഒമേഗ സ്ക്വയർ സൈൻ ഒമേഗ ടി. അറിയുന്ന ആൾക്കാർ ഓക്കെ, അറിയാത്തവർ ജസ്റ്റ് ഈക്വേഷൻ മാത്രം ഓർത്ത് കേട്ടോ. അപ്പോൾ സൈൻ അല്ലേ വരിക? സൈനാണ്. അപ്പോൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുക, ഇവിടുന്നാണ് സ്റ്റാർട്ട് ചെയ്യുക. പക്ഷേ ഇവിടെ ഒരു മൈനസ് ഉള്ളതുകൊണ്ട് ഇവിടെ മുകളിലോട്ട് പോയി. അതെന്തുകൊണ്ടാണ്? ഇവിടെ പ്ലസ് ഉള്ളതുകൊണ്ടാണ്. ഇവിടെ മൈനസ് ആയതുകൊണ്ട് താഴോട്ട്. ഇത് കുറേ പേർക്ക് അറിയില്ലായിരുന്നു അല്ലേ? ഇതിപ്പോൾ ഓക്കെ ആണെങ്കിൽ ഒന്ന് വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് സാർ ഹാപ്പി എന്ന് പറയാം കേട്ടോ. ഒന്ന് വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് ഹാപ്പി എന്ന് ഞാൻ ആ കമൻറ്റ് എത്ര പേര് ഹാപ്പി ഇതുവരെ കണ്ടു നോക്കും. അടുത്തത് വേവ്സ് കഴിഞ്ഞു. വേവ്സിൽ പ്രത്യേകിച്ച് ഗ്രാഫ് ഒന്നും പറയുന്നില്ല. അതായത് ഒരു സൈനുസോയിഡ് മീൻസ് ഫിഗേഴ്സ് ആണ്, ഗ്രാഫ് എന്ന് പറയാൻ മാത്രമല്ല. അപ്പോൾ ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ഓഫ് സൈനുസോയിഡൽ വേവ് പറയുകയാണെങ്കിൽ വൈ വേഴ്സസ് എക്സ് ആക്സിലും വൈ ആക്സിലും ഡിസ്പ്ലേസ്മെൻറ്റ് നമ്മൾ പ്ലോട്ട് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെയാണ് വരിക. അപ്പോൾ ഒരു ജനറൽ ഇക്വേഷൻ അങ്ങനെ വരിക. വേവിൻ്റെ y ഈസ് ഇക്വൽ ടു എ സൈൻ കെ എക്സ് മൈനസ് ഒമേഗ ടി. നിങ്ങൾ പറയണം ഇത് ഏത് ആക്സിസിലാണ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്, ഏത് ആക്സിലാണ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്, പ്ലസ് എക്സ് ആക്സ് ആണോ മൈനസ് എക്സ് ആക്സ് ആണോ എന്ന് വീഡിയോ പോസ്റ്റ് ചെയ്ത് ടൈം സ്റ്റാമ്പ് വെച്ച് പറയണേ. റെഡി? അപ്പോൾ ഇതിൽ വരച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയായിരിക്കും നമ്മൾ സൈൻ അല്ല വരച്ച. സൈൻ വരച്ചുകൊണ്ട് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യും. ഇനി നിങ്ങൾ കോസ് ആണെങ്കിൽ ഇവിടുന്ന് ഗ്രാഫ് സ്റ്റാർട്ട് ചെയ്യുക, ഇവിടുന്ന് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യുക. ആലോചിക്കട്ടോ, ആ ലോജിക്കാരേക്ക് ചിലർക്ക് ഇപ്പോഴാണ് കത്തിയിട്ടുണ്ടാവും അല്ലേ. ഇനി എ എന്ന് പറഞ്ഞാൽ എന്താ? ആംപ്ലിറ്റ്യൂഡ്, ഈ മാക്സിമം.
അല്ലെങ്കിൽ ഇതിനെ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയാം അല്ലേ. ഇനി എന്താ ലാംഡ എന്ന് പറഞ്ഞാൽ അത് വേവ് ലെങ്ത് അല്ലേ, ഈ തറ്റം മുതൽ ഈ തറ്റം വരെയുള്ള വേവിൻ്റെ ലെങ്ത് ആണ്. ഇനി കെ എന്ന് പറഞ്ഞാൽ 2π/λ ആയിരിക്കും, ഒമേഗ എന്ന് പറഞ്ഞാൽ 2π/t ആയിരിക്കും. ഹെൽപ്ഫുൾ ആണെങ്കിൽ ഒന്ന് കംപ്ലീറ്റഡ് എന്ന് പറഞ്ഞിട്ട് ഒന്ന് കമൻറ്റ് ചെയ്യുക, ഒന്ന് മാക്സിമം ഷെയർ ചെയ്യുക. എല്ലാവർക്കും യൂസ്ഫുൾ ആവട്ടെ. ക്ലാസ്സിലെ എല്ലാവർക്കും കഴിയുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് എല്ലാവർക്കും മറ്റു സ്കൂളിലെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. അടിപൊളിയാക്കുക. എഡ്ജ് ബോർഡിൻ്റെ തലേന്നുള്ള ലൈവ് 4:30 സ്റ്റാർട്ട് ചെയ്യുന്ന ഷോർട്ട് ക്വസ്റ്റ്യൻ മറക്കരുത്. നിങ്ങൾ എല്ലാവരും വരണം.